BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പേപ്പറിൽ വരകൾ കൊണ്ട് കൗതുകം തീർക്കുന്ന നിശബ്ദമായ ഒരു ആകർഷണമാണ് ആർട്ടിസ്റ്റ് ഗിരീഷിൻ്റേത്. പാലക്കാട് സ്വദേശിയും പോർട്രേറ്റ് ആർട്ടിസ്റ്റുമായ ഗിരീഷ് ഗോപി വാര്യരുടെ കല വിരിയുന്നത് ടാഗോർ തിയേറ്റർ പരിസരത്താണ്. വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഗിരീഷ് ഗോപി വാര്യർക്കുള്ളതാകട്ടെ 10 മിനിറ്റിനുള്ളിൽ പോർട്രേറ്റിൽ തീർക്കും. ആർത്തിരുമ്പുന്ന സിനിമാ കാഴ്ചയാണ് IFFK വേദിയെങ്കിൽ നിശബ്ദമായി കൗതുകം തീർക്കുകയാണ് ഈ ചെറിയ കലാകാരൻ. പേപ്പറും പെൻസിലും എടുത്താൽ നിമിഷ നേരം കൊണ്ട് തനിക്ക് മുന്നിലെത്തുന്ന മുഖഭാവങ്ങളെ വരകളിലേക്ക് മാറ്റുന്ന കാർട്ടൂൺ പോർട്രേറ്റ് ആർട്ടിസ്റ്റാണ് പാലക്കാട് സ്വദേശി ഗിരീഷ് ഗോപി വാര്യർ. ഫ്രീഡം ഓഫ് ലിവിങ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത്. ഫുൾ ടൈമായിട്ട് ആർട്ടിസ്റ്റായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഒരു നൊമാഡ് മൂഡിലാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ വേറെ സ്ഥലങ്ങളിൽ പോവുക, അവിടെയൊക്കെ പോയിട്ട് വരയ്ക്കുക, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രഷ് പെൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ കളർ പെൻസിൽസ് ഒരു എല്ലാം ഡ്രൈ ആയിട്ട് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയ മോഡ്സാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ കളറൊന്നും ഉപയോഗിക്കുന്നില്ല, ബിക്കോസ് അത് സമയം പിടിക്കും അത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. സോ ഇമ്മീഡിയറ്റ്ലി ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു തോട്ടിലാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. കുറച്ച് കാശിലും ജീവിക്കാൻ പറ്റുന്ന ഇത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി ബോധർ ചെയ്യുമ്പോഴേ പ്രശ്നം വരുന്നുള്ളൂ. ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ മൈൻഡിനെ ഒന്ന് അതിന് വേണ്ടി നമ്മൾ മോൾഡ് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഇതാണ്. ബിക്കോസ് സമയങ്ങളുണ്ടാവും, കാശില്ലാത്ത ദിവസങ്ങളുണ്ടാവും. അന്ന് നമ്മൾ ആ രീതിയിൽ ജീവിക്കാൻ ഉള്ളൊരു മനസ്സ് കാണിക്കണം. വലിയ ഹോട്ടലിൽ താമസിക്കാണ്ട് പുറത്തൊരു ടെൻറ്റ് കെട്ടിയിട്ട് താമസിക്കാനുള്ളൊരു ഇതുണ്ടാവണം. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. തിയേറ്ററുകളിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് ഒഴുകുന്ന മുഖങ്ങളെയും നിമിഷങ്ങളെയും ആഘോഷിക്കുകയാണ് ഗിരീഷ് ഗോപി വാര്യർ. ഒപ്പം ഇത്തരം കാഴ്ചകൾ കൂടിയാണ് രാജ്യാന്തര ചലച്ചിത്രമേള. M5 ന്യൂസ്, തിരുവനന്തപുരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.